ഹിരോഷിമയിൽ പോയ സമയത്ത് ഹിരോഷിമ മ്യൂസിയത്തിൽ ഞാൻ പോയി. മ്യൂസിയത്തിൽ പോയ സമയത്ത് നമ്മളവിടെ മ്യൂസിയത്തിൽ കയറി ഏറ്റവും ഇഷ്ടം കണ്ടു കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്ക് നമ്മൾ കരഞ്ഞേ ഇറങ്ങുള്ളൂ. അങ്ങനെയാണ് അവിടുത്തെ സംഭവം. എല്ലാ സംഭവങ്ങളും അവരെ കാണിച്ചിട്ടുണ്ട്. അതായത് അണുബോംബ് വീണ സമയം മുതൽ അതിനുശേഷം ഇന്ന് വരെ ഉണ്ടായ സംഭവങ്ങൾ. എനിക്ക് തോന്നുന്നു അതിന് കഴിഞ്ഞിട്ട് അവിടെ ആദ്യമായിട്ട് വരുന്ന അമേരിക്കൻ പ്രസിഡന്റ് ജപ്പാനിലേക്ക് വരുന്നത് എനിക്ക് തോന്നുന്നു ഒബാമയാണെന്ന് തോന്നുന്നു. ഈ ഒരു പ്രശ്നത്തിന് ശേഷം ആദ്യമായിട്ട് ജപ്പാൻ ഹിരോഷിമ സന്ദർശിക്കുന്ന ആദ്യത്തെ US പ്രസിഡന്റ് ഒബാമയാണ്. എല്ലാ പരിപാടികളും ഉണ്ട്. അവരതിനകത്ത് ഒറ്റ കാര്യം മാത്രം വെച്ചിട്ടില്ല, ഈ അണുബോംബ് വീഴുന്നതിന് മുമ്പ് ജപ്പാൻ എന്തായിരുന്നു അത് കാണിച്ചിട്ടില്ല. ചരിത്രം വേണ്ട, അത് വേണ്ട. അത് കഴിഞ്ഞിട്ടുള്ള സംഭവങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. അതിന് മുമ്പ് എന്തായിരുന്നു എന്നുള്ളത് കുറച്ചെങ്കിലും മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ നാൻജിങ്ങിൽ പോയാൽ മതി. റൈറ്റ്. അതെ, ഇപ്പം എനിക്ക് തന്നെ രണ്ടും പോയതുകൊണ്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതെ. ഇപ്പം ഞാൻ നമുക്കൊന്നാമത് ജപ്പാനെ പറ്റി ഭയങ്കരമായിട്ടുള്ള അഡ്മിറേഷൻ ആണല്ലോ. അവരുടെ അച്ചീവ്മെൻറ്റ്, അവരുടെ ഹംബിൾ പൊളൈറ്റ്നസ്, ടെക്നോളജി എല്ലാം. പക്ഷേ ദെൻ ഐ വാസ് ഇൻ ബ്രൂണൈ. 4 വർഷം ഞാൻ ബ്രൂണൈയിൽ പോയി. അപ്പോൾ ബ്രൂണൈ ഒക്യുപ്പൈഡ് ആയിട്ടുള്ളൊരു രാജ്യമായിരുന്നു. ഈ ജാപ്പനീസ് ഒക്യുപ്പേഷൻ ഉണ്ടായിരുന്ന സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് നാച്ചുറലി ദേ ഹാവ് എ വെരി ഡിഫറെൻറ്റ് മെമ്മറി ഓഫ് ദിസ്. അഗൈൻ ഇപ്പോൾ തായ്ലൻഡിൽ പോയിട്ടുണ്ടെങ്കിൽ ഈ ഡെത്ത് റെയിൽവേ അത് നിർമ്മിച്ച സ്ഥലങ്ങൾ ആണ് ആ ക്രൂവൽറ്റിയുടെ ഒരു എക്സ്ട്രീം ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന എല്ലാ രാജ്യങ്ങളും അവരുടെ പാസ്റ്റിനെ അക്നോളജ് ചെയ്തോളണമെന്നില്ല. ചില രാജ്യങ്ങൾ അത് അക്നോളജ് ചെയ്യും, ചില രാജ്യങ്ങൾ അക്നോളജ് ചെയ്യും. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ നോർത്ത് ഈസ്റ്റ് ഭാഗത്തും വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? ഉണ്ടായിരുന്നു. അവിടെ എനിക്ക് അവിടെ പോയപ്പോൾ അവിടെ ജപ്പാൻ റിലേറ്റഡ് ആയിട്ടുള്ള സെമിത്തേരികളിലൊക്കെ ഉണ്ടായിരുന്നല്ലോ. ജപ്പാൻ എന്ന് പറയുന്നത് വളരെ വേഗത്തിൽ തന്നെ സിംഗപ്പൂർ തൊട്ടിട്ട് അവര് പേൾ ഹാർബർ വരെ പോയല്ലോ. പാപ്പുനുഗിന് വരെയുള്ള ഏരിയാസ് മൊത്തമായിട്ട് വളരെ വേഗത്തിൽ ക്യാപ്ചർ ചെയ്യാണ് ചെയ്തത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് സിംഗപ്പൂർ വരുന്നു, ആൻഡമാനിൽ വരാനായിട്ട് ശ്രമിക്കുന്നു. ആ കാലഘട്ടത്തിൽ അവരുടെ ഒരു സ്ട്രാറ്റജി ഇംഗ്ലണ്ടിനെ കൗണ്ടർ ചെയ്യാനായിട്ട് ഇന്ത്യയെ ഇത് ചെയ്യുകയും അമേരിക്കയെ കൗണ്ടർ ചെയ്യാനായിട്ട് പേൾ ഹാർബർ അറ്റാക്ക് ചെയ്യുക ഒക്കെ ആയിരുന്നു. അപ്പം നമുക്ക് ആ ഒരു പ്രതീക്ഷയില്ല. ബട്ട് ദ പോയിന്റ് ഐ വാസ് മേക്കിംഗ് ഈസ് ദാറ്റ് എല്ലാ രാജ്യങ്ങളും അവരുടെ പാസ്റ്റ് ഹിസ്റ്ററിയെ അക്നോളജ് ചെയ്തോളണമെന്നില്ല. ബിക്കോസ് സം വുഡ് റാദർ നോട്ട് ടോക്ക് അബൌട്ട് ഇറ്റ്. ഇപ്പോൾ നമ്മൾ ടർക്കി, അർമേനിയ പ്രശ്നമൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ വുഡ് റാദർ നോട്ട് അക്നോളജ് ദാറ്റ് ദർ ഇസ് എ പ്രോബ്ലം. ഈ തരത്തിലുള്ള സാധനങ്ങളാണ് ഒരിക്കലും റിസോൾവ് ചെയ്യാതെ പോകുന്നത്. പക്ഷേ കൺട്രീസ് വിച്ച് അക്നോളജ് ദർ പാസ്റ്റ്, ടീച്ച് ദർ യങ്സ്റ്റേഴ്സ് ദാറ്റ് യെസ് ദർ ഇസ് എ ഹിസ്റ്ററി, വി ഗോട്ട് ഇറ്റ് റോങ് എന്ന് പറയുന്ന രാജ്യങ്ങളാണ് ദെൻ ദേ ആർ ഏബിൾ ടു ഗെറ്റ് ഓവർ ഇറ്റ് ആൻഡ് മൂവ്. ഞാൻ കഴിഞ്ഞ മാസത്തിൽ ബോണിൽ അവിടുത്തെ മ്യൂസിയത്തിൽ ആഫ്റ്റർ ഹിറ്റ്ലർ എന്ന് പറയുന്നൊരു എക്സിബിഷൻ കണ്ടു. വളരെ വളരെ ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ളൊരു എക്സിബിഷനാണ്. ഇപ്പോൾ ഹിറ്റ്ലർ എന്ന് പറയുന്നത് ജർമ്മനി ഹാസ് അക്സെപ്റ്റഡ്. ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ പറയില്ലേ ചരിത്രത്തിന് എപ്പോഴും 2 വശമുണ്ട് എന്നെല്ലാം പറയും. പലപ്പോഴും വിന്നേഴ്സ് ആൻഡ് ലൂസേഴ്സ്. അപ്പോൾ ലൂസേഴ്സ് വിൽ ഹാവ് ദർ ഓൺ ഹിസ്റ്ററി. പക്ഷേ ജർമ്മനി അങ്ങനെയല്ല. ജർമ്മനി ഹാസ് അക്സെപ്റ്റഡ് ദ വിന്നേഴ്സ് വേർഷൻ ഓഫ് ദ ഹിസ്റ്ററി. ഹിറ്റ്ലർ എന്ന് പറയുന്നൊരു ഇവിളായിരുന്നു എന്നുള്ള തരത്തിൽ അവർ അക്നോളജ് ചെയ്തിട്ടാണ് ഹിസ്റ്ററി പ്രൊജക്റ്റ് ചെയ്യുന്നത്. പക്ഷെ ഇപ്പോൾ ആ എക്സിബിഷനിൽ അവർ പറയുന്നത് ഹിറ്റ്ലർക്ക് ശേഷം 4 ജനറേഷൻ, ഇപ്പോൾ 4ാമത്തെ ജനറേഷനാണ് ഉള്ളത്. അപ്പോൾ ഹിറ്റ്ലറുടെ ഒപ്പം ഉണ്ടായിരുന്ന ഒരു ജനറേഷൻ അവരെങ്ങനെയാണ് ഇതിനെ കണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ അവർ പറയുന്നത് ഇറ്റ് വാസ് എ ജനറേഷൻ ഓഫ് സൈലൻസ്. കാരണം എന്താണ് നടക്കുന്നതെന്ന് അവർക്ക് അറിയാമായിരുന്നു. ഇപ്പോൾ അവർക്ക് തെറ്റാണെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് അവർക്ക് അക്നോളജ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അവരുടെ കുട്ടികളോട് അതിനെപ്പറ്റി അവർ സംസാരിക്കുന്നില്ല. സോ ദേ വർ സോർട്ട് ഓഫ് സൈലൻറ്റ്. അതിൻ്റെ അടുത്ത ജനറേഷൻ എന്ന് പറയുന്നത് ഇറ്റ് വാസ് എ ജനറേഷൻ ഓഫ് ഡിസ്കവറി. അവർ മനസ്സിലാക്കുകയാണ്. അപ്പോൾ ജർമ്മനി ഹാസ് സ്റ്റാർട്ടഡ് പ്രോഗ്രസിങ് അഗെയിൻ ആൻഡ് they had a little bit of distance and they had nothing to be, they were not part of that, they were not responsible for it. ഈ അവരുടെ കുറ്റകൃത്യങ്ങൾക്കൊന്നും അവർ ഉത്തരവാദികളല്ലല്ലോ. So they started looking back at the history and try to understand why all this thing happened, etc. അതിനുശേഷമാണ് 3ാമത്തെ ജനറേഷൻ വരുന്നത്. അവിടെയാണ് ഈ ജർമ്മൻ റീയൂണിഫിക്കേഷനൊക്കെ വരുന്നത്. ആൻഡ് ദാറ്റ് ഈസ് പ്രോബ്ലി ദ മോസ്റ്റ് പ്രോഗ്രസീവ് ജനറേഷൻ. അപ്പോൾ they started talking about how bad it was, etc. ഇപ്പം അടുത്ത ജനറേഷൻ വരുന്നു. അപ്പം അവർ പറയുന്നത് ഈ 4ാമത്തെ ജനറേഷൻ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും നോട്ട് ഓൺലി ദേ ഹാവ് ഫോർഗോട്ടൺ, ദേ ഹാവ് സ്റ്റാർട്ടഡ് തിങ്കിങ് മേ ബി ഇറ്റ് വാസ് നോട്ട് ഓൾ ദാറ്റ് റോങ്. എന്തെങ്കിലുമൊക്കെ ഈ റൈറ്റ് വിങ്ങിൽ എന്തെങ്കിലുമൊക്കെ കാര്യമുണ്ടായിരുന്നിരിക്കാം എന്നുള്ള തരത്തിൽ റൈറ്റ് വിങ്ങിന് ഒരു അഡ്വാൻറ്റേജ് കിട്ടുന്നൊരു സാഹചര്യം, ഒരു സൈക്ലിക്കലായിട്ട് തിരിച്ചു വരുന്നൊരു സാഹചര്യം ഉണ്ടാവുന്നു എന്നാണ് പറയുന്നത്.
നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചരിത്രത്തെ നമ്മൾ ഇത് പഠിക്കുമ്പോൾ ആ ചരിത്രം വേണ്ട തരത്തിൽ നമ്മളുടെ അടുത്ത തലമുറയിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ലെങ്കിൽ യു വിൽ ഇവൻച്വലി end up making the same mistake and do that again and again. And this is what we are seeing in Palestine, and this is what we are seeing in many other parts of the world. Okay.